സഫീന. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. ഞാനിന്നിവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്ത് കാണിക്കാനാണ്. അതിനു മുമ്പ് ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നൊരു ചുരുക്കം വാക്കുകളിൽ പറയാം. ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഞാനും ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ചെയ്യുന്നത് ഡോട്ട്സ് വെച്ചിട്ടുള്ള വർക്ക്സ് ആണ്. ആദ്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വരയ്ക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡോട്ട്സ് ആയപ്പോൾ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ടെറാക്കോട്ട പോട്ട്സ്, സെറാമിക് പോട്ട്സ്, MDFs, ബോട്ടിൽസ്, ടീ കപ്സ്, കോഫി മഗ്സ്, പിന്നെ ഇയറിങ്സ്, പെൻഡൻസ്, അങ്ങനെ പലതിലും ഞാൻ ഇത് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡോട്ട് വർക്ക്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാരുടെ ഓർഡേഴ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് FB പേജിലും ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് ഉണ്ട്, അതുവഴിയും എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു എൻ്റെ ചെറിയൊരു വരുമാന മാർഗം എന്ന് തന്നെ പറയാം. ഇതിനുപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ടൂത്ത് പിക്ക്, പെൻസിലിൻ്റെ ഇറേസർ സൈഡ്, ഇയർബഡ്സ്, ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഡോട്ട്സ് ഇടാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അതിന് അത്ര പെർഫെക്ഷൻ പോരാ എന്നെനിക്ക് തോന്നിയപ്പോൾ ഡോട്ടിങ് ടൂൾസ് വാങ്ങിയാൽ എന്തെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ ഡോട്ടിങ് ടൂൾസ് വാങ്ങുന്നത്. ഡോട്ടിങ് ടൂൾസ് കാണിച്ചു തരാം. കണ്ടോ, ഈ രണ്ട് സൈഡിലും ഡോട്ട്സ്, ചെറിയ ഡോട്ട്സിൻ്റെ ചെറിയ ഡയമീറ്ററുള്ള സംഭവമാണ്. ഇനി വേറെ ഉള്ളത് ഇതുണ്ട്. ഇത് കണ്ടോ, ഇത് വേറെ പല പല ഡയമീറ്ററിലുള്ള ടൂൾസാണ്. അപ്പോൾ ഈ ടൂൾസാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പെയിൻറ്റ് മൾട്ടിപർപ്പസ് അക്രലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. മൾട്ടിപർപ്പസ് അക്രലിക് പെയിൻറ്റ് ഇതൊക്കെയാണ്. കണ്ടോ, ഇതൊക്കെ മെറ്റാലിക് പെയിൻറ്റ്സും ഉണ്ട്, അല്ലാത്ത ഗ്ലോസി ഫിനിഷ് പെയിൻറ്റ്സും ഉണ്ട്. ഞാൻ കൂടുതലും മെറ്റാലിക് പെയിൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. മെറ്റാലിക് പെയിൻറ്റ്സ് ആകുമ്പോൾ പെട്ടെന്ന് കളറ് പോവില്ല, കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന വർക്കിന്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു MDF കോസ്റ്ററാണ് ഇത്, ടീ കോസ്റ്റർ. ഇതുണ്ട്, ഞാൻ കുറച്ച് ലൈൻസും സർക്കിൾസും വരച്ചിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഡോട്ട്സ് യൂണിഫോം ആയിട്ട് ലൈൻസ് തെറ്റാതെ വരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ട്, ആദ്യം നടുക്ക് നമ്മളൊരു ഡോട്ട് കൊടുത്തു, പിന്നെ ചുറ്റിനും ചെറിയ ഡോട്ട്സ് കൊടുത്തു. ഉണ്ടോ, ഇതിന് ചുറ്റിനും ചെറിയ വേറൊരു ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ് കൊടുത്തു. ഈ MDFൽ ഞാൻ ബേസ് ബ്ലാക്ക് കളർ അടിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഒരു 2-3 hours വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഉണങ്ങി കിട്ടും. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് ലെയറായിട്ട് യെല്ലോയുടെ വീണ്ടും ഇത് കൊടുത്തു. വീണ്ടും അടുത്ത ലെയറായിട്ട് വീണ്ടും ഒരു യെല്ലോ ഇത് കൊടുത്തു. നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ ലെയറായിട്ട് എടുത്ത് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത ഡയമീറ്ററിലുള്ള എടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് ലൈൻ കൊടുക്കുക. കണ്ടോ, നെക്സ്റ്റ് ലൈൻ കൊടുത്തു. ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു ചെറിയ ഡോട്ട്സ് കൊടുക്കാം, കാണിച്ചു തരാം. കണ്ടോ, ചെയ്യുമ്പോൾ വലുതിൽ നിന്നും ചെറുതിലേക്ക് പോവാണ്. ഈ ഒരെണ്ണം എടുത്ത് ഇവിടുന്ന് ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും വലുതിൽ നിന്നും ചെറുതിലേക്കാണ് പോകുന്നത്. കണ്ടോ, യെല്ലോ വെച്ചിട്ടുള്ള ലൈനാണിത്. ഇനി അതിനൊരു ലെയർ റെഡ് കൊടുത്ത് നോക്കാം. ഇത് കണ്ടോ, അടുത്ത ലെയർ റെഡ് വെച്ചിട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറൊരു ഡിസൈൻ കൊടുത്തു നോക്കാം. കണ്ടോ, നമ്മൾ ഇടയിൽ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി അത് കണ്ടോ, ഓറഞ്ച് രണ്ട് സൈഡിലും കൊടുക്കുന്നത്.
ഈ ഇടയിലൊരു ഗ്യാപ്പില്ലേ, അവിടെയൊക്കെ നമുക്ക് ഓറഞ്ച് കൊണ്ട് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ലെയറായിട്ട് യെല്ലോ കൊടുക്കാം. ഇതാണ് ചെയ്ത ടീ കോസ്റ്റർ. സിമ്പിളാണ്, വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.